നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിലെ പ്രതിസന്ധിയാണ് വിഷയം. ചർച്ച നടത്തിയോ ഇല്ലയോ? ഇല്ലെന്ന് രമേശും ഉമ്മൻചാണ്ടിയും, ഉണ്ടെന്ന് സുധാകരൻ. ചരിത്രത്തിൽ ഇതിനു മുമ്പൊന്നും ഇത്രയും ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് സതീശൻ. പണ്ട് അവർ രണ്ടുപേരും വീതം വെച്ചെടുത്തു എന്നതല്ലാതെ എന്ത് ചർച്ചയാണ് ഇതുവരെ നടത്തിയിരുന്നത് എന്നുകൂടി ചോദിക്കുന്നു കെ സുധാകരൻ. എല്ലാം നേരെയാക്കാൻ വേണ്ടി നടത്തിയ പുനഃസംഘടന ഒന്നും നേരെയാക്കിയില്ല എന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ മോശമായി കാര്യങ്ങൾ. രമേശും ചാണ്ടിയും ഇനി ചിത്രത്തിലില്ല. 14 പേരിൽ പെട്ടിതൂക്കികൾ ആരുമില്ലെന്നും ഇത് ഞങ്ങളുടെ രീതിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞതിൽ നിന്നും കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് വ്യക്തമാണ്. സംസ്ഥാന കോൺഗ്രസിൽ സൂപ്പർ സീനിയേഴ്സിന് ഇനി വിശ്രമിക്കാം. എന്നാൽ പൊട്ടിത്തെറിയും മുറുമുറുപ്പും ഇതോടെ തീരുമോ? കോൺഗ്രസിലെ പ്രതിസന്ധി നേട്ടമാവുക ഇടതുപക്ഷത്തിനോ ബി.ജെ.പിക്കോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. പട്ടികയിൽ പെട്ടിത്തൂക്കികളോ, പുതിയ രീതികളോടുള്ള സൂപ്പർ സീനിയേഴ്സ് കോംപ്ലക്സോ? ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വിലക്കുള്ളതിനാൽ കോൺഗ്രസിൽ നിന്ന് ആരും പങ്കെടുക്കുന്നില്ല. NCP നേതാവ്, മുൻ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അദ്ദേഹം കുറച്ചു സമയം ഈ ചർച്ചയിലുണ്ടാകും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ, BJP വക്താവ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം PM സുരേഷ് ബാബുവിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായ വിലക്കുണ്ട്. ഈ പാനലിൽ കോൺഗ്രസുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്ന, വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്ന ഒരാൾ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവാണ്. എത്രയോ വർഷമായി താങ്കൾ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു, കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ സംഘടനയുമായി ഒരു ബന്ധവുമില്ല. താങ്കളടക്കം സമീപകാലത്ത് കോൺഗ്രസ് വിട്ടുപോയവർ ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് ദേശീയ തലത്തിൽ പണ്ടേയുണ്ട്, കേരളത്തിൽ കോൺഗ്രസ് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ പറയുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയില്ല, ചർച്ചകൾ നടത്തിയില്ല എന്ന്. പക്ഷേ അവരുള്ളപ്പോഴും അങ്ങനെയുള്ള ഒരു പതിവുണ്ടായിരുന്നില്ല, താനുമായി ഒരു ചർച്ചകളും നടത്തിയിരുന്നില്ല എന്ന് കെ സുധാകരൻ പറയുന്നു. ആരുടെ പക്ഷത്താണ് ശരി എന്ന ചോദ്യത്തിൽ അർത്ഥമുണ്ടോ? അതോ പൂർണ്ണമായും ഒരു ശരിയില്ലായ്മയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണോ? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കൾ തുടങ്ങി വയ്ക്കും. സുബീഷ്, കോൺഗ്രസ് ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് എന്ന് കരുതാൻ ഒരു നിവൃത്തിയുമില്ല. അത് ഈ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ രാജ്യം മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു തലയില്ല. അതിൻ്റെ ഒരു തലയില്ലാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ 2 കൊല്ലമായി കാണുകയാണ്. ഒരു ടെമ്പററി തലയിലാണ് ഇപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഇങ്ങ് താഴോട്ടും ചിലതൊക്കെ വന്നേക്കാം. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെയാണ് അനുമാനിക്കാനുള്ളത്, ഊഹിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നും പറയാനില്ല. കോൺഗ്രസ് അതിൻ്റെ ഡിസ്ഇൻറ്റഗ്രേഷനിലേക്ക് വളരെ വേഗം പാഞ്ഞെടുക്കുകയാണ്. അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ പുതിയ നേതൃത്വം വന്നിട്ടുണ്ട്. ആ നേതൃത്വം KPCC പ്രസിഡന്റ് ആയാലും CLP ലീഡറായാലും അവരൊക്കെ അല്പം നേരത്തെ സാധാരണ ഒരു മിഡിൽ ലെവൽ ലീഡർഷിപ്പിലുള്ള ആളുകളായിരുന്നു. മിഡിൽ ലെവൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു പ്രത്യേക പ്രതലത്തിൽ മാത്രമുള്ള നേതൃത്വ പദവി വഹിച്ചിരുന്ന ആളുകളാണ്. അത്തരം ആളുകളോട് പണ്ട് എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ചോദിക്കേണ്ടിയിരുന്നത്, അവർ പറയേണ്ടിയിരുന്നത്, ശ്രീ ഉമ്മൻചാണ്ടിയും രമേശും ആ നേതൃത്വം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കരുണാകരനോടും ആന്റണിയോടും സംസാരിച്ചിരുന്നോ?
കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്നാണ് ഉത്തരമായിരുന്നെങ്കിൽ ഇവർ ഇന്ന് ചെയ്യുന്നതിനൊരു ന്യായമുണ്ടായിരുന്നു. ഉണ്ടെന്നാണ് ഉത്തരമെങ്കിൽ ഇവർ ഇന്ന് ചെയ്തത് തെറ്റാണ് എന്നവർ സമ്മതിക്കേണ്ടിയും വരും. അപ്പോ മുതിർന്ന നേതാക്കന്മാരെന്ന് പറയുന്നത് ഏത് സംവിധാനത്തിലും ഏത് കുടുംബത്തിലും ഉള്ള ഒരു 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 പ്രതിഭാസമാണ്. മുതിർന്നവർ അവർക്ക് എല്ലാ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മുതിർന്നവരെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നവരാണ്, വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി കാണുന്നവരാണ്. ആ സാഹചര്യത്തിൽ അത്തരമൊരു ആദരവ് ശ്രീ ഉമ്മൻചാണ്ടിക്കും രമേശിനും കൊടുക്കേണ്ടതില്ല എന്ന ഒരു നിഗമനമാണ് ശ്രീ സുധാകരനും സതീശനും വെച്ചു പുലർത്തുന്നതെങ്കിൽ ഞാനൊക്കെ വിചാരിച്ചത് ഒരു 6-7 കൊല്ലക്കാലമെങ്കിലും കേരളത്തിൽ ഈ കോൺഗ്രസ് തുടരുമെന്നാണ്. 6-7 മാസം കൊണ്ട് തന്നെ ഇതിന്റെ ഒരു അവസാനം ഉണ്ടാകും എന്ന നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അത് കോൺഗ്രസിന് ഭൂഷണമാണോ, തന്റെ പെരുമ അല്ലെങ്കിൽ താൻ പോരിമ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാനാണോ, അതല്ല തങ്ങളെ തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു തന്ന ഈ പ്രസ്ഥാനത്തെ പൂർവാധികം ശക്തിയോടുകൂടി അതിനെ തിരികെ കൊണ്ടുവരാനാണോ തങ്ങളെ ഏൽപ്പിച്ചിട്ട് തന്റെ ഉത്തരവാദിത്വം എന്ന് ചിന്തിക്കേണ്ടത് KPCC പ്രസിഡന്റും CLP ലീഡറുമാണ്. പക്ഷെ ഇന്നത്തെ അവരുടെ ഭാഷ കേട്ടാൽ, ഇന്നലെയും ഇന്നുമായിട്ടുള്ള വാക്കുകൾ കേട്ടാൽ അവരതിനെല്ലാം ഒരുക്കം തങ്ങളുടെ പെരുമ വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ മാത്രമാണ്. അത് കോൺഗ്രസിന്റെ ഒരു അധപ്പതനത്തിലേക്കുള്ള പോക്കായിരിക്കും എന്നവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പഴയകാല കോൺഗ്രസുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ആള്. ഞാനിത് മനസ്സിലാക്കി നേരത്തെ, ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് നല്ല സന്ദർഭം നോക്കി ഞാൻ കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, കേരളത്തിലെ നേതാക്കന്മാർക്ക് ആ കാര്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശും ഒക്കെ ഒരുപോലെയാണ്. ഇതിനെ നല്ല നിലയിൽ കൊണ്ടുപോകണമെന്ന് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ PC ചാക്കോ അടക്കമുള്ള നേതാക്കന്മാരും എന്നെ പോലെയുള്ള പ്രവർത്തകന്മാരും പാർട്ടി വിടാൻ തീരുമാനിച്ചത്. ആ പാർട്ടി വിട്ടത് അങ്ങനെയാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുബീഷ് ഒന്ന് ചോദിച്ചല്ലോ, ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത്. BJPക്കും ഗുണം ചെയ്യും, ഇടതുപക്ഷത്തിനും ഗുണം ചെയ്യും, രണ്ടു പേർക്കും ഗുണം ചെയ്യും, രണ്ട് പാർട്ടികൾക്കും ഗുണം ചെയ്യുമെന്നാണ് എന്റെ ഒരു നിഗമനം. അത് മനസ്സിലാക്കേണ്ടുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. അവർക്കത് മനസ്സിലാവുന്നില്ല. അവരത് ആ രൂപത്തിലല്ല അതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. PM സുരേഷ് ബാബു, ഒരു തരത്തിലുമുള്ള ഒരു സമവായത്തിനും ഇനി സാധ്യതയില്ല എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുമായും ഉമ്മൻചാണ്ടിയുമായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൂടിയാലോചനയാകാമായിരുന്നു എന്ന അഭിപ്രായമെങ്കിലും താങ്കൾക്കുണ്ടോ? അതോ സുധാകരൻ പറഞ്ഞത് തന്നെയാണോ ശരി? അങ്ങനെ ഒരു ചർച്ച അവരും നടത്തിയിട്ടില്ല, അപ്പോൾ പുതിയ കാലത്തും അത് വേണ്ടതില്ല. ഒപ്പം VD സതീശൻ പറയുന്നു ഇതാണ് ഞങ്ങളുടെ രീതി എന്ന്. പഴയ ആളുകൾക്ക് അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇവരിൽ ആരാണ് ശരി? ആര് പറയുന്നതാണ് ശരി? അതോ ഒരു പക്വതയില്ലായ്മ ഈ പുതിയ KPCC പ്രസിഡന്റിനുണ്ടോ? ഈ സുബീഷ്, ഞാനും ഇതൊക്കെ ഒരു ഇത് തന്നെയാണ് ഞാൻ എൻ്റെ നേരത്തെ സംഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചർച്ച വേണ്ട എന്നുള്ളതാണ് നിലപാടെങ്കിൽ ചർച്ച നേരത്തെ നടത്തിയിട്ടില്ല, ഞങ്ങളോടൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും നടത്തുന്നില്ല എന്ന സമീപനമല്ല ഇവരെടുക്കേണ്ടത്. മുതിർന്ന നേതാക്കന്മാരോട് ചർച്ച ചെയ്യുവാൻ ഇന്ന് അധികാരം കിട്ടിയിട്ടുള്ള, അധികാരത്തിന്റെ ദണ്ട് കയ്യിലുള്ളവർ തയ്യാറാകണം. അവിടെയാണ് വിനയം എന്ന് പറയുന്ന വാക്ക് കടന്നു വരുന്നത്. അതില്ലാതെ ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തിലൂടെയാണ് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ആ വഴി വരില്ല എന്ന് അവർ മനസ്സിലാക്കുവാൻ 6-7 മാസക്കാലം മതി. അപ്പോൾ കോൺഗ്രസ് തിരിഞ്ഞു നടക്കും. അത് 1, 2, 3 ആയി തിരിഞ്ഞു പോകും. അവർ പല പാർട്ടികളിലേക്കൊക്കെ എത്തും എന്ന് മനസ്സിലാക്കി ആന്ധ്ര പോലെ, തമിഴ്നാട് പോലെ, ബംഗാൾ പോലെ, UP പോലെ, ബീഹാർ പോലെ, ഒറീസ പോലെ 2%, 3% അല്ലെങ്കിൽ 6% വോട്ടിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെയും കൊണ്ടുപോയി പതിപ്പിക്കാൻ ഇവരുടെ ഈ നേതൃത്വത്തിന്റെ ധിക്കാരപരമായ സമീപനവും ഉപകാരപ്രദമാകും എന്ന് അവർ മനസ്സിലാക്കണം.
ശ്രീ എ സജീവൻ, ഈ കോൺഗ്രസ്സിൽ ഇനിയൊരു തിരിച്ചുവരവ് അത് ഏത് രീതിയിൽ ഉണ്ടാകും എന്നതാണ് ആദ്യത്തെ വിഷയം. അക്കാര്യത്തിൽ മറുപടി നൽകാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരുമില്ല. നമുക്ക് തന്നെ പരസ്പരം ചർച്ച ചെയ്യാം. രണ്ടാമത്തേത്, ഇത് കേരളത്തിലെ ആകമാനം മുന്നണി രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ, ഇടതുപക്ഷത്തിനാണോ ബി ജെ പിക്കാണോ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യാം. ആദ്യത്തേത് കോൺഗ്രസിനകത്തെ പ്രതിസന്ധിയാണ്. ഈ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ശ്രീ എ സജീവനെ പോലുള്ള കേരളത്തിലെ വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരുപാട് കാലമായി ഇത് കാണുന്നുണ്ടാകാം, ആഴത്തിൽ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും സമീപകാലത്ത് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനായി ശ്രമിക്കുന്നു. കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അണികളൊക്കെ ആവേശഭരിതരായി നിന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി പുനഃസംഘടന രൂപത്തിൽ ഉണ്ടാകുന്നു. അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നു. ഇത് മറികടക്കാനാകുന്ന ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരുടെയൊക്കെ ഒരു അസ്തമയത്തിൻ്റെ സൂചനകൾ കൂടിയാണോ കണ്ടു തുടങ്ങിയിട്ടുള്ളത്? സുബീഷ്, കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ചരിത്രത്തില്, പ്രത്യേകിച്ച് സമീപകാല ചരിത്രത്തില് ഇതൊരു പുതുമയൊന്നുമല്ല. ഇപ്പൊ ഉണ്ടായിട്ടുള്ള പോലെ പലതവണ ഉണ്ടായിട്ടുണ്ട്. പഴയകാല നേതാക്കന്മാരെ ചവിട്ടി അരയ്ക്കുക എന്ന് പറയുന്നതും പഴയകാല നേതാക്കന്മാരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക എന്ന് പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ടും നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് കോൺഗ്രസിന്റെ ഓരോ ഘട്ടത്തിലും അധികാരത്തിൽ വരുന്ന ആളുകൾ. നേരത്തെ സുരേഷ് ബാബുയോട് പറഞ്ഞല്ലോ, കരുണാകരനോടോ ആന്റണിയോടോ ചോദിച്ചിരുന്നോ ഈ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എന്നുള്ളത്. നമ്മൾ അത് നോക്കി, ഇവിടുത്തെ ഗ്രൂപ്പ് വളരെ ഇതേപോലെ ഈ AI ഗ്രൂപ്പുകളായിട്ട് ശക്തമായി നിന്നിരുന്ന് തുടങ്ങിയത് ആന്റണിയുടെയും കരുണാകരന്റെയും കാലത്താണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ആന്റണിയെ ഇവിടെ നിന്ന് കെട്ടിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് A ഗ്രൂപ്പിന്റെ ആളുകളായിരുന്നല്ലോ. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഓടിച്ചു വിടാൻ ശ്രമിച്ചിട്ടുള്ള A ഗ്രൂപ്പുകാരായിരുന്നു. കരുണാകരനെ ചാടിച്ചത് തിരുത്തൽവാദത്തിന്റെ പേര് പറഞ്ഞ് ഏക്കാരെ കൂട്ടുപിടിച്ചിട്ട് ഈ I വിഭാഗക്കാരായിരുന്നു. അപ്പോൾ തങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ള നേതാവ് ഇപ്പോഴും A ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആന്റണിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. I ഗ്രൂപ്പ് കരുണാകരന്റെ പേരിലല്ലെങ്കിൽ പോലും കരുണാകരനാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആള്. അതിനേക്കാൾ മുമ്പേ ഞങ്ങൾ I ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഒക്കെ മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകൾ പറയാറുണ്ടെങ്കിൽ പോലും കരുണാകരൻ വന്നതിന് ശേഷമാണ് ആ പാർട്ടിയിൽ ആ ഗ്രൂപ്പിൽ ശക്തി വർദ്ധിച്ചു. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും ശക്തി കേന്ദ്രങ്ങളായിരുന്ന ആളുകളെ വളരെ തന്ത്രപരമായിട്ടും വളരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയും ചാടിച്ചു വിട്ടിട്ടുള്ള ആളുകളാണ്. AK ആന്റണി ഇപ്പോ ഈ A ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. കരുണാകരനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ, ഇപ്പൊ ആദ്യം ഗ്രൂപ്പിന്റെ ഭാഗവും അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പുറത്താക്കി, അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് വരെ അദ്ദേഹത്തിന് പുറത്തു പോകാനുള്ള വഴി കാണിച്ചത് ഈ ശിഷ്യന്മാരായിരുന്നു. അപ്പൊ ഇവിടെ ഇതൊക്കെ സംഭവിച്ച നാട്ടിൽ ഇതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. അന്ന് സംഭവിച്ചതിന്റെ തനിയാവർത്തനം. ഇപ്പൊ പാർട്ടി നേതായാലും പുറത്തു പോകാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ ഒരു കാര്യമുള്ളത്, നേരത്തെ ഒക്കെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ കോൺഗ്രസ് എന്നൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പണ്ട് കാലത്തെ ഉള്ള ഗാന്ധിയുടെ ഒക്കെ ഒരു എന്താണ് ആവേശത്തിന് കീഴിൽ വളർന്നിട്ട് ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അങ്ങനെ ഒരു ആവേശത്തിൽ കുറെ പേരുണ്ടായിരുന്നു. മാത്രമല്ല മുന്നണിയില് നല്ല ശക്തിയുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇപ്പോഴതല്ല സ്ഥിതി. നേരത്തെ 65 സീറ്റ് വരെ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് നിയമസഭയില്. അതിപ്പോ എല്ലാം കൂടി ചുരുങ്ങിയിട്ട് 22-ലേക്കൊക്കെ എത്തിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പാർട്ടി പഴയ പോലെ അടിത്തറ ഇല്ലാത്ത രൂപത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിന്റെ മേഖലാ അന്വേഷണ കമ്മിറ്റികൾ അത് 3 മേഖലകൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് നടത്തിയിട്ടുള്ള അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്, പുറത്തു വന്നിട്ട് റിപ്പോർട്ട് സമർപ്പിച്ച വാർത്ത വന്നിട്ടുള്ളത് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതില് അടിത്തറ ഇല്ലാതായിരിക്കുന്നു, അടിത്തറ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ അടിത്തറ ഇളകിയ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞ കരുണാകരനെ പുറത്താക്കുന്ന സമയത്തോ കരുണാകരനെ ചവിട്ടി തേക്കുന്ന സമയത്തോ ആന്റണിയെ തന്ത്രപരമായിട്ട് വിടുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ കോൺഗ്രസിന് അടിത്തറ ഉണ്ടായാലും ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും കരുണാകരനും ആന്റണി ഞങ്ങളുടെ നേതാവാണ് എന്ന് വിചാരിച്ചിരുന്ന വോട്ടർമാരും അനുഭാവികളും ആയിരുന്നുണ്ട്. ഇപ്പോഴതല്ല, അടിത്തറ പൂർണ്ണമായിട്ടും ഇളകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്,
പഴയ രീതിയിൽ LDF UDF എന്ന് പറയുന്ന ഒരു വെച്ചുമാറ്റത്തിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥയല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം കുറെ കാലമായിട്ട് LDF ഭരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം പിന്നെ സംശയിക്കാനില്ല, ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് UDF കോൺഗ്രസിൽ തീരുമാനിച്ചാൽ മതി, ആ ആള് മുഖ്യമന്ത്രി ആവാനുള്ള കുപ്പായം അപ്പോഴേ തുന്നി വെക്കുക എന്നുള്ളതാണ്. തിരിച്ചാണെങ്കിൽ കോൺഗ്രസ് UDF ഭരിക്കുന്ന സമയത്ത് അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള കാര്യം മാത്രമേ CPM തീരുമാനിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും 5 വർഷം കഴിയുമ്പോഴേക്കും അത് റെഡിയായി കിട്ടും. ഇപ്പോഴതെല്ലാം സ്ഥിതി എന്നുള്ള വന്നല്ലോ. രണ്ട് കാര്യം കൊണ്ട് വന്നു. ഒന്ന്, ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് 5 വർഷം എന്നുള്ള ആ ഒരു വലിയ സ്വപ്നം ചക്ക വീഴും, 5 വർഷം കഴിഞ്ഞാൽ ചക്ക വീഴും എന്ന് പറയുന്ന ഒരു ഇത് ഇല്ലാതായിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, BJP ഇവിടെ വളർന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തെല്ലാം തരത്തില് BJP കുറ്റം പറയുമ്പോൾ പോലും BJP ഇവിടെ നേരത്തെ 4% 5% ഒക്കെ പല മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന BJP ഇപ്പോൾ വളരെ കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട്. പല മണ്ഡലങ്ങളും അവർക്ക് സ്വന്തമായിട്ട് നിലനിർത്താവുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി. BJPയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഒക്കെ നഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇനി കുറച്ച് പേരെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ വലിയ പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ BJP നിൽക്കും. അതിനുള്ള ഒരു അവസരം, ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസ് പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് സജീവൻ. ആ രീതിയിൽ കോൺഗ്രസിൽ നിന്നും ഇനി ഒരു കൊഴിഞ്ഞുപോക്ക് മറ്റു ദേശീയ തലത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ കേരളത്തിലും അതിന് സാധ്യതയുണ്ടോ BJPയിലേക്ക്? തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് എന്താണ് ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റില്ല, അത്ര ഭീകരമായിട്ട് ഇവരെയൊക്കെ അങ്ങേയറ്റം തെറി പറയുകയാണ്. അതായത് അത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ മുഖഭാവം ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം കോൺഗ്രസ്സുകാർക്ക് ഈ ഒരു ഇത്രയും ഇങ്ങനെ നശിച്ച് നാറാണക്കല്ലെടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ കളിക്കുന്നതിനോടുള്ള വികാരം എന്താണെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഗതികെട്ടൊരവസ്ഥയിൽ കൂടെ നിൽക്കുമോ? നമ്മൾ നോക്കേണ്ടത് മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സുഷ്മിത ദേവ്, അവര് രാജിവെക്കുന്നതിന് കാരണം എന്താണ്? അവർ കോൺഗ്രസിൽ സൗകര്യമില്ലായിട്ടാണോ? രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിൽപ്പെട്ട ആളായിരുന്നില്ലേ? അവർക്കൊക്കെ അറിയാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയാൽ പച്ച പിടിക്കാൻ പറ്റും, ഒരു വിശ്വസിച്ച് നിൽക്കാൻ പറ്റും. നേരത്തെ സുരേഷ് ബാബു പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു തല വേണ്ടേ? മുന്നോട്ടേക്ക് തീവണ്ടി പോകണമെങ്കിൽ അതിന് എഞ്ചിൻ വേണമല്ലോ. എഞ്ചിൻ ഇല്ലാതെ ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നതിലും ഇങ്ങനെ ഇതിലങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇത് നിന്ന് പോകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൈവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും LDFയിലേക്ക്, CPMലേക്കോ അല്ലെങ്കിൽ CPIയിലേക്കോ അല്ലെങ്കിൽ BJPയിലേക്കൊക്കെ ആളുകളും നേതാക്കന്മാരും പോകാനുള്ള സാധ്യത. ഇപ്പൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ സസ്പെൻഷനിലൊക്കെ ആയിട്ടുള്ള ഇവർക്ക് ഇനി ഇവിടെ നിൽക്കണമെന്നുണ്ട്, അവർ വേറെ പോവില്ലേ? അവർക്കറിയാം ഇനി എങ്ങനെ ശ്രമിച്ചാലും നേരത്തെ KPCC ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളെ ഇനി തിരിച്ച് ആ പോസ്റ്റിലേക്കൊന്നും കൊണ്ടുവരില്ല, പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ടുവരില്ല എന്നറിയാം. അവരൊക്കെ കിട്ടാവുന്ന അവസരത്തിൽ പോകും. അത് എത്ര ആളുകൾ സുരേഷ് ബാബുവിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. NCPയിലേക്കൊക്കെ പോകാൻ നേരത്തെ കഴിഞ്ഞ ദിവസം സുരേഷ് ബാബുവും PC ചാക്കോ ഒക്കെ തൃശ്ശൂരിലെ മറ്റോ വെച്ച് പറഞ്ഞ് കുറെ പേര് പാലക്കാട്ട് വെച്ച് കുറെ പേര് വരാനിരിക്കുകയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു കുറെ പേരിന്റെ സാധ്യതകൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കോൺഗ്രസിൽ ഈ പ്രതിസന്ധി തുടങ്ങിയിട്ട് നാളേറെയായി. അതുകൊണ്ടാണ് ഈ പാനലിൽ അംഗമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ പോലുള്ള കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മികച്ച ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി വാദിച്ചിരുന്ന മുഖങ്ങളെ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ നഷ്ടമായത്. ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചക്ക വീണില്ല. 5 വർഷം കഴിഞ്ഞു, UDF അധികാരത്തിൽ തിരിച്ചു വന്നില്ല, ഭരണ തുടർച്ച കേരളത്തിൽ സംഭവിച്ചു. അതിൻ്റേതായ നിരാശയുണ്ട്. അതിനിടയിലാണ് K സുധാകരൻ, BD സതീശൻ എന്നിവർ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അത് താൽക്കാലികമായെങ്കിലും കോൺഗ്രസിനെ അല്പം ആവേശഭരിതരാക്കിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ അണികളെ, പ്രവർത്തകരെ. അതിനിടയിലാണ് ഇപ്പോൾ ഈ പുനഃസംഘടന വലിയ പ്രതിസന്ധിയിലേക്ക്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ തള്ളിയിട്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഇത് ആർക്ക് ഗുണം ചെയ്യും എന്നതാണ്. NCPയിലേക്ക് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ, കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എത്തുമോ? അതോ ദേശീയ തലത്തിൽ സംഭവിച്ചതുപോലെ BJPയിലേക്കുള്ള ഒരു പ്രവാഹം കേരളത്തിലും ഉണ്ടാകുമോ?
ഭരണപരമായി പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ അത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്തിന് ആക്കം കൂട്ടുമോ? പിണറായി കൂടുതൽ ശക്തനാകുമോ? ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തേടാം, വിശദമായി പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനിലേക്കും ജോർജ് കുര്യനിലേക്കും തിരിച്ചു വരാം. ജനം ഡിബേറ്റ് തുടരുന്നു. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് 2 മണിക്കൂർ മുൻപാണ് AK ബാലൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. സാമാന്യം ദീർഘമായ ഒരു പോസ്റ്റാണ്. ഞാനതിലെ തുടക്കത്തിലെ 4-5 വാചകങ്ങൾ മാത്രം വായിക്കാം. കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി ആര് വിചാരിച്ചാലും കഴിയില്ല. കെ സുധാകരൻ്റെ ശൈലി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഘടനയല്ല ഇന്ന് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന നല്ല ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലല്ല സുധാകരൻ്റെ സമീപനങ്ങൾ. സെമി കേഡർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ സാധിക്കില്ല. കാരണം ഗ്രൂപ്പില്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ല. ഇക്കാര്യം KC ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസിനെയാണ് സുധാകരൻ സ്വപ്നം കാണുന്നത് എങ്കിൽ ഇനി കോൺഗ്രസ് ഉണ്ടാകില്ല, പകരം ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടാകൂ എന്നിങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന നല്ല ഒരു വിഭാഗമുണ്ട് എന്ന് AK ബാലൻ എഴുതുമ്പോൾ ആ നല്ല ഒരു വിഭാഗത്തെ CPM ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പതനത്തിൽ ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയിൽ കേരളത്തിലെ ഇടതുപക്ഷം കാണുന്ന വലിയ വലിയ ചില സ്വപ്നങ്ങൾ ഉണ്ട്. പ്രതിപക്ഷത്ത് നമുക്കറിയാമല്ലോ, മുസ്ലിം ലീഗിൽ 100 പ്രശ്നങ്ങൾ ആണ്. അവിടെയും ഈ സൂപ്പർ സീനിയേഴ്സിനെതിരായ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഇപ്പോൾ ഇതാ ഈ അവസ്ഥയിൽ. ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു നീക്കം കേരളത്തിൽ CPM ആരംഭിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിൻ്റെ തളർച്ചയും പതനവും ഇടതുപക്ഷത്തിന് ഗുണകരമായി തീരുമോ? ഇനി BJPയിലേക്ക് വന്നാൽ മറുവശത്ത് BJP കരുത്താർജിക്കുന്നു. ഇനി കേരളം കാണാൻ പോകുന്നത് ഒരു വശത്ത് CPM, മറുവശത്ത് BJP. അങ്ങനെ ഒരു ഫൈറ്റ് ആയിരിക്കുമോ? പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു വിശാലമായ സ്പേസിലേക്ക് BJP കടന്നു വരുമോ? ഇപ്പോൾ കോൺഗ്രസിലുണ്ടായിരിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച മാത്രമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും നമ്മളിത് കണ്ടതാണ്. അത് കേരളത്തിൽ ഇപ്പോഴാക്കം കൂടി. എനിക്ക് തോന്നുന്നത് അതിനൊരു പ്രധാന കാരണം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സാന്നിധ്യം കൂടുതലുണ്ടായിരുന്നത് UPയിലാണ്. ആ UP ഇന്നെന്താണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്നറിയാം. അപ്പൊ അദ്ദേഹം വയനാട്ടിൽ നിന്ന് അന്ന് മത്സരിച്ച അവസരത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ പറ്റി, അതിന്റെ ദൗർബല്യങ്ങളെ പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. അന്ന് കോൺഗ്രസിന് കുറച്ച് നേട്ടമുണ്ടായി. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ പാർട്ടി വിട്ടത് വയനാട്ടിൽ നിന്നാണ്. അതിനുശേഷം ഇപ്പൊ കേരളത്തില് കോൺഗ്രസ് ഏതാണ്ട് തകരുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഖിലേന്ത്യാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയാണ്. തീർച്ചയായിട്ടും ഈ കോൺഗ്രസിന്റെ പതനത്തില് ഒരു വാക്യമുണ്ടാവും. അവിടെ തീർച്ചയായിട്ടും ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടം സ്വാഭാവികമാണ്. കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കണ്ടു, ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് എത്ര ശക്തമായിരുന്നു. ആന്ധ്രാപ്രദേശിലായിരുന്നു ഏറ്റവും ശക്തമായിട്ടുള്ള സംസ്ഥാനം. എത്ര പെട്ടെന്നാണ് അവിടെ ഇല്ലാതായത്. ആ രീതിയിൽ തന്നെ കേരളത്തിലും കോൺഗ്രസിന്റെ ഏതാണ്ട് അധപ്പതനത്തിലേക്ക് എത്തുകയാണ്. കാരണം ആശയപരമായിട്ട് കോൺഗ്രസിന് ഒന്നും മുന്നോട്ട് വെക്കാനില്ല, നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാനില്ല, ഒരു കർമ്മ പരിപാടിയില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം നിലനിൽക്കാൻ സാധിക്കും? അധികാരത്തിന്റെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു കോൺഗ്രസ്. അതിപ്പോ കേന്ദ്രത്തിലുമില്ല, കേരളത്തിലുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടത് ത്രിപുരയും അതുപോലെ തന്നെ ബംഗാളുമാണ്.
അവിടെ കോൺഗ്രസ് ഇല്ലാതായ അവസരത്തില് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടെ വളർന്നത്. ത്രിപുരയില് ഏതാണ്ട് ഒരു പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ കോൺഗ്രസ് ഇല്ലാതായി. ബംഗാളിലും ഏതാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ രീതിയിൽ ഇല്ലാതായി. അവിടെ വന്നത് BJP ആണ്. കോൺഗ്രസുമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുമില്ല. രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ള ആ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. കോൺഗ്രസ് ഇല്ലാതായ അവസരത്തിൽ BJP വളർന്നു വന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും BJP വളരെ ദുർബലമായിരുന്നു എന്ന് ഓർക്കണം. ആ ത്രിപുരയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് വന്നത്. 3 സീറ്റിൽ നിന്നാണ് ബംഗാളില് കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും ഒരുമിച്ചില്ലാതാക്കിക്കൊണ്ട് വന്നത്. മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ രണ്ട് പാർട്ടികൾക്കും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. അവർ അഖിലേന്ത്യാ തലത്തിൽ അവരുടെ വ്യക്തിത്വം സ്ഥാപിക്കുന്നത് അവരൊരുമിച്ച് നിന്നുകൊണ്ടാണ്. എപ്പോഴൊക്കെ കോൺഗ്രസ് ദുർബലമായിട്ടുണ്ടോ, BJP വളർന്നതിന് ശേഷം എപ്പോഴൊക്കെ കോൺഗ്രസ് ദുർബലമായിട്ടുണ്ടോ അപ്പോൾ ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പൊ ആശയപരമായിട്ട് നോക്കുന്ന അവസരം, അതാണ് ഞാൻ പറഞ്ഞ ആശയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ. ആശയപരമായിട്ട് നോക്കുന്ന അവസരത്തിൽ എന്നും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാരെ നിങ്ങൾ കോൺഗ്രസിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോരൂ എന്ന് പറയുന്ന തീർച്ചയായിട്ടും ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാര് അവർ ബദലായിട്ട് കാണുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇവിടെ എതിർക്കാൻ വേണ്ടി BJP തന്നെയായിരിക്കും. ആശയപരമായിട്ടുള്ള ദൗർബല്യം അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ ബാധിക്കും. ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുക, പ്രധാന എതിരാളി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരെ എതിർക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാര്, കോൺഗ്രസിലുള്ള ആത്മാർത്ഥമുള്ള രാജ്യസ്നേഹികൾ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, രാജ്യസ്നേഹികൾ, അവര് BJPയിലേക്കായിരിക്കും വരുന്നത്. അപ്പം ആ ത്രിപുരയുടെയും ബംഗാളിന്റെയും തനി ആവർത്തനമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം ജോർജ് കുര്യൻ, അതേ സമാനമായ സാഹചര്യമാണോ കേരളത്തിലുമുള്ളത്? അതേ രാഷ്ട്രീയ കാലാവസ്ഥയാണോ കേരളത്തിലുള്ളത്? ആ രീതിയിലുള്ള ഒരു ഒഴുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ പോലെ മികച്ച കോൺഗ്രസ് നേതാക്കൾ പോയത് NCPയിലേക്കാണ്. PM സുരേഷ് ബാബു അടക്കമുള്ളവർ പറയുന്നു ഇനിയും NCPയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വരാനിരിക്കുന്നു എന്ന്. അപ്പോൾ BJPയിലേക്ക് ഉള്ള പ്രതീക്ഷകൾ അത്ര അനായാസകരമാണോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് UP ആയിട്ടല്ലല്ലോ കേരളത്തെ, അല്ലെങ്കിൽ ഹരിയാനയായിട്ടല്ലല്ലോ. നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJPയും ഉള്ള സംസ്ഥാനങ്ങളെയാണ്. അത് ഈ 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ആ 3 സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലെ ദുർബലമായിരുന്നു. അവിടെയാണ് BJP വലിയ ശക്തിയായിട്ട് കയറി വന്ന് ഭരണകക്ഷിയാകുന്നത്, വലിയ പ്രതിപക്ഷമാകുന്നത്, ഈ കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയും തുടച്ചു നീക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താരതമ്യം ചെയ്യുന്നത് അവിടെയാണ്. അതിന്റെ ആശയപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ സാധിക്കില്ല. BJPയിലേക്കായിരിക്കും വരുന്നത്. മാത്രമല്ല, അത് ആദ്യപടിയാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെ. അതിനുശേഷം അതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ് വിജയിക്കാൻ വേണ്ടി മാർക്സിസ്റ്റുകാരെ സഹായിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പല ഇലക്ഷനുകളിലും, അസംബ്ലി ഇലക്ഷനുകളിലും കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് കാണുന്ന ചില മണ്ഡലങ്ങളിലൊക്കെ ആ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചിട്ട് BJPയെ പരാജയപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്ന കണ്ടിട്ടില്ല. നേരെ തിരിച്ചും മാർക്സിസ്റ്റുകാരെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്താണ്, 2 പേരുടെയും നിലനിൽപ്പ് അവർ ഒരുമിച്ച് നിന്നാലേ സാധിക്കുള്ളൂ BJPയുടെ മുമ്പിൽ. അതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും ആശയപരമായിട്ട് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ സാധിക്കില്ല. NCP എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ കുറച്ചൊക്കെ ആൾക്കാർ അങ്ങോട്ട് പോകില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർ നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ, ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെയല്ലേ അവർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും BJPയിലേക്കായിരിക്കും വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം
BJP ത്രിപുരയിലെയും അതുപോലെ ബംഗാളിലെ പോലും ദുർബലമല്ലായിരുന്നു. ഇവിടെ ഒരിക്കലും ആ രീതിയിൽ ദുർബലമല്ല, സംഘടനാ ശേഷിയുള്ളതാണ്. എന്നിവരോട് മത്സരിച്ച് നീക്കാൻ കെൽപ്പുണ്ടായിരുന്ന പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും. ശരി, ജോർജ് കുര്യൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഒരു 2 മിനിറ്റ് ഞാൻ ഒരു ചോദ്യം കൂടി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനോട് ചോദിച്ചോട്ടെ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ കോൺഗ്രസ് വിട്ടവർക്ക് ഏറ്റവും സുരക്ഷിതമായ താവളം BJP ആണോ? അങ്ങനെ ഒരു അഭിപ്രായം യൂണിവേഴ്സൽ അല്ല, ഓൾ ഇന്ത്യ ലെവലിൽ പറയാൻ കഴിയില്ല. ഓൾ ഇന്ത്യ ലെവലിൽ എടുത്താൽ അത് നമുക്ക് ഓരോ സംസ്ഥാനത്തിലെയും ഘടകങ്ങളെ പാർട്ടിയുടെ പൊസിഷൻസിനെ ആസ്പദമാക്കിയായിരിക്കും. ഇപ്പൊ ഗുജറാത്തിൽ എടുത്താൽ, ഗുജറാത്ത് അല്ലെങ്കിൽ രാജസ്ഥാൻ എടുത്താൽ, കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോകണമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് ഓപ്ഷൻ ഇല്ല, BJP മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ BJPയിലേക്ക് പോകും. നേരെ മറിച്ച് ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വേറെ പാർട്ടികളുണ്ട്, തമിഴ്നാട്ടിൽ വേറെ പാർട്ടികളുണ്ട്, അതേപോലെ പിന്നെ ബീഹാറിൽ മറ്റ് പാർട്ടികളുണ്ട്, ഒറീസയിൽ വേറെ പാർട്ടിയുണ്ട്, ബംഗാളിലുണ്ട്, ത്രിപുരയിലുണ്ട്, UPയിൽ അത്ര ശക്തമായിട്ടല്ലെങ്കിലും മറ്റ് പാർട്ടികളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഓൾ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയിൽ, ഓൾ ഇന്ത്യ സ്ട്രക്ചർ ഉള്ള പാർട്ടി എന്നുള്ള നിലയിൽ, ഇന്ത്യ രാജ്യം 2 തവണയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ലിവറേജ് BJPക്ക് എന്തായാലും ഉണ്ട്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ നേരത്തെ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എവിടെയൊക്കെയാണോ കോൺഗ്രസ് തളരുന്നത്, എവിടെയൊക്കെയാണോ കോൺഗ്രസ് താഴെ പോകുന്നത്, അവിടെയൊക്കെ BJP തടച്ചു വളർന്നിട്ടുണ്ട്. കേരളത്തിലേതിന് സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യവും ഉള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിലും അത് സംഭവിക്കുമോ? കേരളത്തിൽ ഇടതുപക്ഷം ഇനി കരുതിയിരിക്കേണ്ടത് BJPയുടെ വളർച്ചയെ ആണോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസിലെ 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക്. മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ ദുഃഖം കാണണമെന്നുള്ള രീതി കോൺഗ്രസ്സുകാർക്ക് ആദ്യം മുതലേ ഉള്ളത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് ഇന്നല്ല, മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തന്നെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉള്ളതാണ്. നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇപ്പൊ 74 വർഷവും. ഈ 74 വർഷത്തിലെ 54 വർഷവും ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. 7 വർഷം മറ്റ് ചില ഇടതുപക്ഷ പിന്തുണ ചില പാർട്ടികൾ ഭരിച്ചു. അത് 6 പ്രധാനമന്ത്രികൾ. 13 വർഷമാകുന്നു ഇപ്പോൾ BJPയുടെ ഭരണം. 96-ലെ വാജ്പേയിയുടെ 13 ദിവസം മുതൽ തുടങ്ങി ഇപ്പോൾ വന്നിരിക്കുമ്പോൾ 13 വർഷവും 13 മാസവും 13 ദിവസം പിന്നിടുകയാണ്. അപ്പൊ ഇവിടെ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസമാണ്. അവർ തന്നെ, നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസ് എന്നും എക്കാലവും ഗ്രൂപ്പുകളുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് നേതാക്കന്മാർ, നമ്മൾക്ക് അവരുടെ ആഭ്യന്തര കാര്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലെങ്കിലും പുറത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചക്കാരെന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെന്നുള്ളതിൽ പറയാതിരിക്കാനും പറ്റില്ല. അവരുടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഒരു കാലാകാലങ്ങളിൽ അതിജീവിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അതിനു മുമ്പായാലും വളരെ വ്യക്തമായിട്ട് അവർ ഗ്രൂപ്പുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകൻ മരിച്ചാലും വീണ്ടില്ല എന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു പരസ്യമായി പ്രവർത്തിച്ച പല കാര്യങ്ങളും നമുക്കറിയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിന് മനം നൊന്ത് പല കോൺഗ്രസ്സുകാരും പ്രവർത്തനത്തിൽ നിർവീര്യമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നശിക്കുന്നതിനോട് ഒരിക്കലും ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതിന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ ഒരു വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. BJP ദേശീയ തലത്തിൽ നേരിടാൻ ദേശീയ തലത്തിൽ ഇന്ന് ശക്തമായ പ്രതിപക്ഷ പാർട്ടികളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും അടിവേരുള്ളൊരു പാർട്ടിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും മറ്റ് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ BJP ഉയർത്തുന്ന വർഗീയതയെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് ചിന്താധികാരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ അതുകൊണ്ട് കോൺഗ്രസ് നശിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? BJP പോലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ ചിന്താഗതികളിൽ പലപ്പോഴും കോൺഗ്രസിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. തിരിച്ച് കോൺഗ്രസ് ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ടാകാം. പക്ഷെ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് പോലെ കേരളത്തിന്റെ കാലാവസ്ഥ, ത്രിപുരയുടെ കാലാവസ്ഥ, പശ്ചിമബംഗാളിന്റെ കാലാവസ്ഥയൊക്കെ വ്യത്യാസമാണ്.
കാര്യം ത്രിപുരയിൽ എന്ന് പറഞ്ഞാൽ 2 MP ഉള്ള ഒരു വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. അവിടെ ഭരണം മാറിയതും മറ്റു പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഭരണം പിടിച്ചേക്ക് നമുക്കറിയാം. പല സംസ്ഥാനങ്ങളിലെ MLA-മാരെയൊക്കെ മൊത്തത്തിൽ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് BJP-യിലേക്ക് പോയത് നിരവധി പേര്. അരുണാചൽ പ്രദേശിൽ 33 MLA മുഖ്യമന്ത്രിയാണ് നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങിച്ചത്. കർണാടകത്തിലൊക്കെ ചാക്കിട്ട് വിടുത്തു. അതിനെക്കുറിച്ച് ഞാൻ പോയത്. അപ്പൊ BJP കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് MLA-മാരെയും MP-മാരെയും ഒക്കെ പല സംസ്ഥാനങ്ങളിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഭരണം കൊടുക്കാതെ നിരവധി സംസ്ഥാനങ്ങളിൽ അട്ടിമറിച്ച് നിങ്ങൾ ഭരണത്തിലേക്ക് വന്ന കഥയും വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി സംസ്ഥാനങ്ങളിൽ അവർ അധികാരത്തിൽ വരികയും 33 MLA-മാർ അരുണാചൽ പ്രദേശ് മറ്റു ഗോവ ഉൾപ്പെടെയുള്ള എത്രയോ സംസ്ഥാനങ്ങളിൽ MLA-മാർക്ക് പണം കൊടുത്തും അവരെ കൊണ്ട് റിസോർട്ടുകളിൽ താമസിപ്പിച്ചൊക്കെ ഭരണം പിടിച്ചു. പിന്നെ പശ്ചിമബംഗാളിലെ കാര്യം പറഞ്ഞു. പശ്ചിമബംഗാളിൽ കോൺഗ്രസ് തകർന്നുവെങ്കിലും BJP-ക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടമുണ്ടായി? BJP-ക്ക് തൃണമൂൽ കോൺഗ്രസ് നേരത്തേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വരികയല്ലേ ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നേട്ടമുണ്ടായി, ഞങ്ങൾ അംഗീകരിക്കുന്നു 2019. പക്ഷെ 2021 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തിരിച്ചു വന്ന് BJP-ക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തിൽ മതേതര ജനാധിപത്യ വിശ്വാസമുള്ള പ്രവർത്തകർ വളരെ കൂടുതലാണ്. അവർ കോൺഗ്രസിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻതൂക്കം ഉണ്ടാകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയായിരിക്കും. വളരെ ചുരുക്കം പേര്, ചിലപ്പോൾ 1-2 പേര് BJP-യിലേക്ക് താൽക്കാലികമായിട്ട് വന്നു പറയാം. ആ വന്നവർ പലരും ഇപ്പൊ കൈകാലിട്ടിരിക്കുകയാണ്. BJP-യിൽ നിൽക്കുന്നവർ തന്നെ നമുക്കറിയാമല്ലോ, അവിടെ തന്നെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ് പല കാരണങ്ങളും. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വരുന്നവർ മൊത്തം BJP-യിലേക്ക് വരുമെന്ന ചിന്താഗതിയോടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇവിടെ നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞല്ലോ, മറ്റു പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥിതി എന്താണ്? തമിഴ്നാട്ടിൽ മറ്റു പ്രസ്ഥാനങ്ങളുണ്ട്, അവിടെ മറ്റ് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുണ്ട്, DMK പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒറീസയിലും നിങ്ങൾക്ക് പിടിച്ചു തരാൻ കഴിയുന്നില്ലല്ലോ. ബീഹാറിൽ നിങ്ങൾ കൂട്ടുകക്ഷിയായിട്ടാണ് നിൽക്കുന്നത്, അവിടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ മറ്റു പ്രസ്ഥാനങ്ങളോ ഉള്ളിടത്ത് നിങ്ങൾക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പൂർണ്ണമായും തള്ളിപ്പറയാനാകുമോ? അങ്ങനെ ഒരു സുരക്ഷയുടെ കൂടൊരുക്കി കേരളത്തിൽ ഇടതുപക്ഷത്തിന് എത്ര കാലം കഴിയാൻ സാധിക്കും? പഴയ പോലെ BJP-യോടൊരു അയിത്തമൊന്നും ഇന്ന് കേരളത്തിനില്ല. മതന്യൂനപക്ഷങ്ങൾ പോലും BJP-യിലേക്ക് അടുക്കുകയാണ്. നേരത്തെ ശ്രീ A. സജീവൻ പോലും പറഞ്ഞത് BJP ഇവിടെ കരുത്താർജിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ കാണാതെ എങ്ങനെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാനാകും? ഞാനൊന്ന് പറഞ്ഞോട്ടെ. BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ, എത്രയോ പുറകോട്ട് പോയി. 2021 തെരഞ്ഞെടുപ്പിൽ മറ്റു തെരഞ്ഞെടുപ്പുകളെ ഒഴിച്ച് വളരെ പിന്നോട്ടല്ലേ പോയത്. കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റ് പോലും അവർക്ക് നഷ്ടപ്പെട്ടില്ലേ? അവർക്ക് എങ്ങനെയാണ് നിയമത്തൊരു സീറ്റ് കിട്ടിയത്? കോൺഗ്രസിന് ആളില്ല, അവിടെ സ്ഥാനാർത്ഥിയില്ലായിരുന്നു. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കൂ, ഇപ്പോൾ അത് തിരിച്ച് നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് വളരാൻ കഴിഞ്ഞു 2021. ശരിയാണ് ശ്രീ സജീവൻ പറഞ്ഞത്, അവർക്ക് നേരത്തെ 3-4% വോട്ടിൽ നിന്ന് 10-16% വോട്ടിലേക്ക് അവർ മാറിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ മൊത്തം മാറി ഇടതുപക്ഷത്തിലേക്ക് വരും എന്ന ചിന്താഗതി അതൊരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. കാരണം കോൺഗ്രസിൽ നിന്ന് പോയാൽ ഇപ്പൊ ശ്രീ PM സുരേഷ് ബാബു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന NCP-യിലേക്കാണ് വന്നത്. അദ്ദേഹത്തിന്റെ ഒരു ദേശീയ മതേതരത്വ ജനാധിപത്യ ബോധമാണത്. ആ ബോധമുള്ള വിദ്യാസമ്പന്നരായ സംസ്കാര സമ്പന്നരായ പ്രവർത്തകരാണ് ഇടതുപക്ഷത്തിലും മറ്റ് കോൺഗ്രസിലും ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവരൊരു കാരണവശാലും BJP-യിലേക്ക് അഭയം പ്രാപിക്കും എന്ന് തോന്നുന്നില്ല. കോൺഗ്രസിന് ക്ഷേമം സംഭവിച്ചാൽ കേരളത്തിൽ അത് വളരെ കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും. പിന്നെ 1-2 പേര് ചിലപ്പോൾ ഇല ഒഴിഞ്ഞു പോകുന്നത് പോലെ BJP-യിലേക്ക് പോയേക്കാം. അല്ലാതെ BJP-യിലേക്ക് മൊത്തം പേര് ചെന്ന് കയറുമെന്നും കേരളത്തിൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ കോൺഗ്രസ് ഇല്ലാതെ BJP-യും CPM-ഉം തമ്മിലായിരിക്കും എന്ന് പറഞ്ഞ് 1% പോലും ഒരു ഇടതുപക്ഷ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. ശരി, ഞാൻ ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ A. സജീവനിലേക്കും അഡ്വക്കേറ്റ് ജോർജ് കുര്യനിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.